ഗൈസ്, ഞാൻ 6 മാസം മുന്നേ ഒരു വീഡിയോ ഇട്ട് ഓർമ്മയുണ്ടോ? ഈ കാണുന്ന വീക്കെൻഡ് ആകുമ്പോൾ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അവരവരുടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് സങ്കടപ്പെട്ടിരുന്നത്. സോ കഴിഞ്ഞ വീക്കെൻഡിൽ ഞാൻ മെറിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് 100 വീട്ടിലായിരുന്നു. സമാധാനത്തിൽ തിന്നുക, ഉറങ്ങുക, സ്വപ്നം കണ്ടിരിക്കുക, തിന്നുക, ഉറങ്ങുക, സ്വപ്നം കണ്ടിരിക്കുക. ഇവിടെ നോക്കി സ്വപ്നം കാണാൻ എന്താ സുഖം. ഉമ്മി നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കി എന്നെ തീറ്റിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. ഹോംലി ഫുഡ്, അടിപൊളി. കഴിഞ്ഞില്ല, ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ എനിക്ക് പൊതിച്ചോറും തന്നു വിട്ടു. എനിക്കും മാർച്ചയ്ക്കും നന്ദോനും ഗൗരിമിസിനും ഒക്കെ കൂടിയിട്ടുള്ള പൊതിയായിരുന്നു അത്. ഇങ്ങനെയൊക്കെയാണല്ലേ വീക്കെൻഡ്സിൽ വീട്ടിൽ പോയി ജീവിക്കുന്ന കുട്ടികൾക്കുള്ള അവസ്ഥകൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ അമ്മമാരുടെ നർച്ചറിങ് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. പഠിക്കാൻ കയറി കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഞാൻ അമ്മൂന്റെ വീട്ടിൽ പോകുന്നത് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഹോംലി ഫുഡും ഹോംലി സ്നേഹമൊക്കെ കിട്ടുന്നതും കുറഞ്ഞു. എക്സാം കഴിഞ്ഞ ഒരു 4-5 ദിവസം അമ്മൂന്റെ വീട്ടിൽ പോയി നിൽക്കണം. അമ്മൂന്റെ ഏക്കാന്റെയും കറികളും ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കണം. മൺഡേ എക്സാം ആയി പോയി, അല്ലെങ്കിൽ ഞാൻ സൺഡേ തന്നെ പോവില്ലായിരുന്നു. മെറി എന്നോട് പ്രത്യേകം പറഞ്ഞാണ് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ, എക്സാം എഴുതിയല്ലേ പറ്റൂ. സോ സ്നേഹത്തിൽ പൊതിഞ്ഞ പൊതിച്ചോറുകൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ കേട്ടോ.